ഈ കാണുന്നത് വെറുമൊരു താക്കോലല്ല, കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ നിധി കുംഭം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യത്തിൻ്റെ താക്കോലാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ വാഹന ചരിത്രത്തിൻ്റെ താക്കോൽ എന്ന് വേണമെങ്കിലും വിളിക്കാം. കേരളത്തിൻ്റെ വാഹന ചരിത്രം എന്ന് പറയുന്നത് ഇത്രയും കാലം, വളരെ കാലങ്ങളായിട്ട് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റായിട്ട് തുടരുന്ന എനിക്ക് പോലും അജ്ഞാതമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതായത് കേരളത്തിൻ്റേതായ ഒരു വാഹന ചരിത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. നമ്മൾ എത്ര അന്വേഷിച്ചാലും കേരളത്തിൽ നിർമ്മിച്ച വാഹനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിൻ്റെതെന്ന് മാത്രം വിളിക്കാവുന്ന വാഹനങ്ങളോ ഒന്നും ഇതുവരെ കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്താണ് അങ്ങനെയല്ല. പണ്ട് കാലത്ത് തന്നെ, അതായത് ഇന്ത്യയിൽ മറ്റ് ആരെങ്കിലും വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വളരെ എൻത്യൂസിയാസ്റ്റായ ഒരാൾ വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണ മേനോൻ എന്നാണ്. അദ്ദേഹം നിർമ്മിച്ച 3 വാഹനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിൽ അംബാസഡർ കാർ വരുന്നത് 1958 55 തന്നെ അദ്ദേഹം ആദ്യത്തെ വാഹനം നിർമ്മിച്ചിരുന്നു. അതിനുശേഷം തുടർച്ചയായി 3 വാഹനങ്ങൾ, അതും വെറുതെ വാഹനങ്ങളെന്ന് മാത്രം വിളിച്ചാൽ പോരാ, ഇപ്പോൾ കാണുന്ന വാഹനങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന ബിൽ ക്വാളിറ്റിയും ഫീച്ചേഴ്സുമുള്ള വാഹനങ്ങളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. ആ 3 വാഹനങ്ങളിൽ ഒരു വാഹനമാണ് ഇന്ന് നമ്മെ കാത്ത് ഈ ഒരു പഴയ ഷെഡിനുള്ളിൽ കഴിയുന്നത്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ആ വാഹനത്തിൻ്റെ കാഴ്ചയിലേക്ക് പ്രവേശിക്കാം. ഈ താക്കോൽ വെച്ച് നമ്മൾ ആ നിധി കുംഭം തുറക്കാൻ പോവുകയാണ്. ചരിത്രം എപ്പോഴും മൂടിക്കിടക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ മൂടിക്കിടക്കുന്ന ചരിത്രമാണിത്. ഇരുവിന് ഒരു കൈ സഹായിക്കും. ആയിരത്തി 1966 ഇന്ത്യയിലെ വാഹനരംഗം വളരെ ശുഷ്കമായിരുന്നൊരു കാലത്ത് കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വാഹനമാണിത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന ആ ഒരു സത്യം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് കടക്കാനുള്ളത്. അരവിന്ദ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം മലയാളികളുടെ അഭിമാനമായി മാറേണ്ട കാലം കഴിഞ്ഞു. ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോ വെളിച്ചം വീശാൻ പോകുന്നത്. എന്തായാലും ഈ വാഹനത്തിന് പിന്നിൽ പ്രവർത്തിച്ച, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ബാലകൃഷ്ണ മേനോനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, 3 വാഹനങ്ങളാണ് 1955 1966 ഇടയ്ക്ക് ബാലകൃഷ്ണ മേനോൻ നിർമ്മിച്ചതെന്ന്. അതിൽ 3ാമത്തെ വാഹനമാണിത്. ഇപ്പോൾ നമ്മളുടെ കൈവശമുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരുടെ കൈവശമുള്ളത് ഈ വാഹനം മാത്രമാണ്. ഈ വാഹനത്തെപ്പറ്റി പറയുമ്പോൾ ഇത് നിർമ്മിക്കപ്പെട്ടതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളെപ്പറ്റി പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. പ്രോംപ്റ്റ് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. ആ വർക്ക്ഷോപ്പിന് കോട്ടയത്തും എറണാകുളത്തും തിരുവനന്തപുരത്തും നാഗർകോവിലുമൊക്കെ ശാഖകളുണ്ടായിരുന്നു. അവിടെ വെച്ചായിരിക്കാം അദ്ദേഹത്തിന് വാഹനങ്ങളോടുള്ള ഭ്രമം ആരംഭിച്ചതെന്ന് കരുതാം. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഭ്രമം ഉണ്ടായിരുന്നയാൾ അവിടെ എത്തിപ്പെട്ടു എന്നും കരുതാം. അദ്ദേഹത്തിന് ഒരു സ്റ്റുഡിബേക്കർ ചാമ്പ്യൻ എന്ന വാഹനം സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത് ഓടിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി അത് അപകടത്തിൽപ്പെടുകയും ഏതാണ്ട് ടോട്ടൽ ലോസ് ആവുകയും ചെയ്തു ആ വാഹനം. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ പറ്റി. 3 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ആ വാഹനം റീബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ സ്ക്രാച്ചസിൽ നിന്ന് ആരംഭിച്ച് ഒരു പുതിയ വാഹനമായിട്ട് അതിനെ നിർമ്മിച്ചെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം ബെൻസിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡീസൽ എഞ്ചിൻ 46 bhp ഡീസൽ എഞ്ചിനാണ് അതിൽ ഘടിപ്പിച്ചത്. അക്കാലത്ത് ഇന്ത്യയിൽ അംബാസഡർ കാർ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. ആ ഒരു കാലത്താണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതിൻ്റെ ഫോട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം, ആ പഴയ മോഡലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സ്റ്റുഡിബേക്കർ ആണോ എന്ന് തോന്നുന്ന രീതിയിൽ, അദ്ദേഹം അല്ല എന്ന് തോന്നുന്ന രീതിയിൽ എന്ന് തന്നെ പറയാം, അങ്ങനെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഏറ്റവും രസകരമായ കാര്യം, ആദ്യം നിർമ്മിച്ച മോഡലിന് അദ്ദേഹം നൽകിയ പേര് ഇഡി ചാമ്പ്യൻ എന്നായിരുന്നു. പേര് കേൾക്കുമ്പോൾ നമുക്കത് സായിപ്പിൻ്റെ മോഡൽ എന്ന് തോന്നുമെങ്കിലും ഇഡി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ ആക്സിഡൻറ്റ് നേരിട്ടതിന് ശേഷം നിർമ്മിച്ച വാഹനമായതുകൊണ്ട് മലയാളത്തിലുള്ള ഇഡി തന്നെയാണ് അദ്ദേഹം IDDY എന്ന പേരിൽ കൊടുത്തിരുന്നത്. ചാമ്പ്യൻ എന്നുള്ളത് സ്റ്റുഡിബേക്കർ എന്നുള്ള വാഹനത്തിൻ്റെ ആ വേരിയൻറ്റിൻ്റെ പേരായിരുന്നു. അങ്ങനെയാണ് ഇഡി ചാമ്പ്യൻ എന്ന വാഹനത്തിന് പേര് വന്നത്. അതായത് രസകരമായൊരു കഥയായിട്ട് തോന്നുന്നു. അതിനുശേഷം ഏതാനും വർഷം കഴിഞ്ഞ് 1964 തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി തമ്പിയെയും ശ്രീ മേനോനെയും കൂടി ഗോവയിലേക്ക് വിട്ടു. ഗോവയിൽ ആ കാലത്ത് പോർച്ചുഗീസുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന ധാരാളം വിദേശ വാഹനങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഈ 2 പേരും കൂടി ധാരാളം വാഹനങ്ങൾ തിരഞ്ഞെങ്കിലും ഒരു വാഹനവും അവർക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് വൈകിട്ട് അവർ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വെച്ച് ശ്രീ മേനോൻ ഒരു വാഹനത്തിൻ്റെ രൂപരേഖ വരച്ച് തമ്പിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വാഹനം ഞാൻ രാജാവിന് നിർമ്മിച്ചു കൊടുക്കാം. അതിനായിട്ട് എനിക്കിപ്പോൾ കൊട്ടാരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 1939 മോഡൽ കാഡിലാക് ഫ്ലീറ്റ്വുഡ് എന്ന് പറയുന്ന ലിമോസിൻ ഒന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാഹനം കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. എന്തായാലും അത് തമ്പി രാജാവിനെ അറിയിച്ചു. രാജാവിന് സമ്മതമായിരുന്നു. അങ്ങനെ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ആ വാഹനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 10 മാസം കൊണ്ട് അതിമനോഹരമായ, കേരളം എന്നല്ല ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു വാഹനം അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ആ കാലത്ത് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഉൾപ്പെടെയുള്ള മാഗസിനുകളിൽ ആ ഒരു കാറിനെ പറ്റിയുള്ള സചിത്ര ലേഖനങ്ങളും മറ്റും വരികയുണ്ടായി.
അതിന് അദ്ദേഹം പേരിട്ടത് പാലസ് സ്പെഷ്യൽ എന്നാണ്. ദീർഘകാലം ആ വാഹനം രാജാവിനോടൊപ്പം ഉണ്ടായിരുന്നു. രാജാവ് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനവുമാണിത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യശസ് ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. അപ്പോൾ അതുവരെ 2 വാഹനങ്ങളും അദ്ദേഹം നിർമ്മിച്ചത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വാഹനം നിർമ്മിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ പാലസ് സ്പെഷ്യലിൻ്റെ ജോലികൾ നടക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈമായിട്ട് അദ്ദേഹം ഈ വാഹനത്തിൻ്റെ നിർമ്മാണവും തുടങ്ങി വെച്ചിരുന്നു. അങ്ങനെ 1966 ഫെബ്രുവരിയിലാണ് മോഡൽ 3 എന്ന് വിളിക്കുന്ന ഈ മോഡൽ പുറത്തിറങ്ങിയത് എന്ന് പറയാം. 1960കളിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡറുകൾ വിവിധ കമ്പനികളിൽ നിന്നും ക്ഷണിച്ചിരുന്നു. അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ വാഹനം നിർമ്മിക്കാൻ വേണ്ടി ശ്രീ മേനോനും ടെൻഡർ കൊടുത്തിരുന്നു. പക്ഷേ മാരുതി എന്ന് പറയുന്നൊരു വലിയ വാഹന നിർമ്മാണ കമ്പനിയുടെ ഉദയത്തിൻ്റെ കാലമായിരുന്നുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊന്നും പ്രോത്സാഹനം നൽകിയില്ല. ഇതെല്ലാം റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അല്ലെങ്കിൽ മാരുതി വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ റോഡുകളിൽ മോഡൽ 3 എന്ന ഈ വാഹനം നിരവധി വാഹനങ്ങൾ ഓടുമായിരുന്നു. അപ്പോൾ നമുക്ക് മോഡൽ 3യുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മോഡൽ 3 വന്ന കഥയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കഥയൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രതീഷ് രാമേന്ദ്ര മേനോൻ എന്നാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാവുന്നത്. കൂടാതെ നമ്മുടെ കൂടെ ഉള്ളത് ജുബിൻ ജേക്കബാണ്. ജുബിൻ നമ്മുടെ സ്മാർട്ട് ഡ്രൈവ് മാഗസിൻ്റെ ചീഫ് കറസ്പോണ്ടൻ്റാണ്. തന്നെയുമല്ല ഒരു വലിയ ഓട്ടോമൊബൈൽ എൻത്യൂസിയാസ്റ്റാണ്, ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റാണ്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ റെസ്റ്റോറേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡ് എന്ന് വിളിക്കാവുന്നതും ജുബിനെയാണ്. അപ്പോൾ ജുബിൻ്റെ കൂടെയാണ് നമ്മൾ ഈ വാഹനം ചുറ്റും നടന്ന് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പല കാര്യങ്ങളും രതീഷിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എനിക്കതിൽ ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം തന്നെ ഞാൻ ആദ്യം ചോദിക്കാം. അതായത് രതീഷിനെ മറ്റൊരു കാര്യം പറയാനുണ്ട്. രതീഷ് എന്ന് പറയുന്നത് നമ്മളുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. അതായത് രതീഷ് ഒരു ഓട്ടോമൊബൈൽ മാഗസിൻ നടത്തിയിരുന്ന ആളാണ്. ഇവിടെയല്ല, ഒമാനിലായിരുന്നു. ഡ്രിവൺ എന്നായിരുന്നു ആ മാസികയുടെ പേര്, അല്ലേ? ഡ്രിവൺ ഓട്ടോമൊബൈൽ 2-3 മാസിക നടത്തിയിൽ ഒന്നൊരു ഓട്ടോമൊബൈൽ മാഗസിൻ ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ അസൂയപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ കുടുംബത്തിന് എറണാകുളത്ത് നഗരത്തിൽ തന്നെ ധാരാളം സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് രതീഷ് ജനിച്ചത്. പക്ഷേ രതീഷ് കുടുംബം വീടൊക്കെ ഭാഗം വയ്ക്കുന്ന സമയത്ത് ചോദിച്ചത് ഒരു പഴയ കാറാണ്. എനിക്ക് ആ കാറാണ് വേണ്ടത്, അല്ലാതെ സ്വത്തും മറ്റു കാര്യങ്ങളൊന്നും അല്ലാന്ന്. അപ്പോൾ പലരും ചിരിച്ചു കാണും അന്നത് കേട്ടപ്പോൾ. പക്ഷേ രതീഷ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ബിക്കോസ് ഞാൻ ഇതിലായിരുന്നല്ലോ, എല്ലാം ഓട്ടോമൊബൈൽ ആയിരുന്നു. എൻ്റെ പാഷനൊക്കെ ജനിച്ച സമയം തൊട്ട് അതായിരുന്നു. സോ ഐ obviously did not care about anything else. So I wanted definitely the history and I never saw my grandfather. മുത്തച്ഛനെ കണ്ടിട്ടും കൂടിയില്ല. മുത്തച്ഛനെ പറ്റി കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. പക്ഷേ ദിസ് വാസ് ദ ക്ലോസസ്റ്റ് കണക്ട് ടു മുത്തച്ഛൻ്റെ കയ്യിൽ ഉണ്ടാക്കിയ വണ്ടിയാണല്ലോ. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വാസ് ദെയർ ഫോർ മീ. ഒരു സ്റ്റോറി പറയായിരുന്നു അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും. ഇങ്ങനെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉറങ്ങാതെ കറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ ഡ്രൈവ് കൊണ്ടുപോകുമ്പോൾ ഉടനെ ഞാൻ ഉറങ്ങുന്നു. അത് ഈ വണ്ടിയായിരുന്നു. അപ്പോൾ ഇത് എത്ര കാലം വരെ ഓടിയിട്ടുണ്ട് ശരിക്കും കാര്യമായ രീതിയിൽ? ഇറ്റ് വാസ് എ ഡെയിലി ഡ്രൈവർ. ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഹോളിഡേയ്സിനൊക്കെ വരുമ്പോൾ അച്ഛൻ ഇതിലെടുത്തോണ്ട് അടുത്തൊക്കെ പോവും. പക്ഷെ മെയിൻലി ഇറ്റ് വാസ് എൻ്റെ മുത്തശ്ശിയുടെ ടെമ്പിൾ ഡ്രൈവർ ആയിരുന്നു. ടെമ്പിളിൽ പോകാനായിട്ട്, ബിക്കോസ് ഷി വാസ് റിട്ടയർഡ് ബൈ ദാറ്റ് ടൈം. സോ ടെമ്പിളിൽ പോകാനായിട്ട് അച്ഛൻ ഓടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ബ്രദേഴ്സ് ഓടിച്ചുകൊണ്ട് പോകും. ഏത് വർഷം വരെ ഇത് ഓടിക്കാണും? ഇത് 2001 ആയിരിക്കും. മുത്തശ്ശി മരിക്കും വണ്ടി കറക്റ്റ് ആയിരുന്നു. പിന്നെ ആഫ്റ്റർ ഷീ ഡൈഡ് നോബഡി വാണ്ടഡ് ടു ഡ്രൈവ് ദ കാർ. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മി എന്നാണ് പറയാ, OMMI ഉമ്മി. അപ്പോൾ ഉമ്മി മരിച്ച പിന്നെ ആർക്കും അത് തൊടണമാതിരി ഉണ്ടായിരുന്നില്ല. പിന്നെ വി ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് ദ കാർ ഔട്ട് എനിവേർ. സോ വി ജസ്റ്റ് പ്രിസർവ്ഡ് ഇറ്റ് ഫോർ എ ടൈം ടു കം. ഐ ഹോപ്പ് ദ ടൈം ഹാസ് കം നൗ. അപ്പോൾ നമുക്കിനി ഒന്ന് മോഡൽ 3 അടുത്ത് കണ്ടതിന് ശേഷം ബാക്കി ചർച്ചകളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി ജുബിൻ നമ്മോടൊപ്പം വന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരും. കൃത്യമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ജുബിൻ ഇതിൻ്റെ ചുറ്റും തന്നെ നടക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി പഠിച്ചും വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ആ മോഡൽ 3 കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഈ വാഹനം, ഇത് 10-20 വർഷമായിട്ട് റോഡ് കണ്ടിട്ടില്ലാത്ത ഒരു വാഹനമാണ്. ഇത് റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ ടാസ്ക്കാണ് ജുബിൻ ഏറ്റെടുത്തിരിക്കുന്നത്. ജുബിന് പേടിയാകുന്നില്ല ജുബിനെ? ഇത് ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ വണ്ടി കണ്ടിട്ട് തീരുമാനിച്ചു. പക്ഷെ ഇതിലേക്ക് കൂടുതൽ അടുക്കുന്നതോറും പേടിയാവുന്നുണ്ട്. ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ വാഹനത്തിന്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതികവിദ്യയൊക്കെ എന്താണെന്ന് ഇനി കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ടാണ്. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസ്, ഏറ്റവും മികച്ച റിസ്റ്റോറിംഗ് എക്സ്പെർട്സിനെ ചേർത്തിട്ട് ഒരു കളക്റ്റീവ് എഫേർട്സ് ആയിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നിർമ്മിച്ച സമയത്ത് 9,800 റുപ്പീസ് ആയിരുന്നു ഇതിന് ചെലവ്, അല്ലേ? കാരണം 10,000 രൂപ താഴെയുള്ള ചെലവ് അന്നത്തെ കാലത്തായിട്ടുള്ള 54 വർഷം മുമ്പ്. അപ്പോൾ ഇപ്പം ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര രൂപ നിങ്ങൾ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്?
ഇതിലിപ്പം ചെലവ് പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു ചിലർ പറഞ്ഞ് 4 ലക്ഷം രൂപയ്ക്ക് തീർക്കാം, 5 ലക്ഷം രൂപയ്ക്ക് തീർക്കാം. പക്ഷെ അങ്ങനെയുള്ള റിസ്റ്റോറേഷൻ അല്ല ഇതിനകത്ത് വേണ്ടത്. അതായത് കുറച്ച് മുമ്പ് സതീഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ഇനി ഒരിക്കലും റിസ്റ്റോർ ചെയ്യാൻ പോകുന്നില്ല. ഈ വാഹനം ഇനി ഒരിക്കലും ഒരു റിസ്റ്റോറേഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ പോകുന്നില്ല. ഇതിനി വരും തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കേണ്ട ഒരു പീസാണ്. അപ്പോൾ ഇതിന്റെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറ്റമില്ലാത്ത രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കൈക്കുറ്റപ്പാട് തീർത്തെന്ന് പറഞ്ഞാൽ അതായത് ഈ കെ ബാലകൃഷ്ണൻ മേനോൻ അന്ന് ചെയ്ത ആ ഒരു ജോലിയോടെ പരമാവധി നീതി പുലർത്തുന്ന രീതിയിൽ മാക്സിമം ഒറിജിനാലിറ്റി തന്നെ. അതിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന്റെ ഓരോ ലൈൻസ് ആൻഡ് ക്രീസസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര കൃത്യതയോടാണ് ചെയ്തേക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഈ ഓർണമെന്റൽ ബീഡിങ്സ് ഇതെല്ലാം പിച്ചളയിലാണ് ചെയ്തിരിക്കുന്നത്. പിച്ചളയിൽ അടിച്ചു പരത്തി അല്ലെങ്കിൽ മടക്കി ഉണ്ടാക്കിയിട്ടുള്ള ബീഡിങ്സ്, അത് കഴിഞ്ഞ് ക്രോം ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വാഹനത്തിന്റെ പ്രത്യേകതകളൊന്ന് ആദ്യം തൊട്ട് കണ്ടുപോകാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ രതീഷ് പറഞ്ഞ പോലെ ഇതിന്റെ ടെയിൽ ലാമ്പ് ഇതായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ആ ഒറിജിനൽ ടെയിൽ ലാമ്പ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അത് ഏതിൽ നിന്നാണ് എടുത്തെന്ന് കണ്ടുപിടിച്ച് അത് തന്നെ ഫിറ്റ് ചെയ്യാനാണ്? അതെ, അങ്ങനെ തന്നെയാണ്. ഇത് ഇടക്കാലത്ത് ആരോ ചെയ്ത ഒരു മോഡിഫിക്കേഷൻ. ഒരു പക്ഷേ അതിന്റെ ഒറിജിനൽ ഇരുന്ന ടൈൽ ലാമ്പ് പൊട്ടിപ്പോവുകയോ ഒറ്റ ചെയ്തിട്ട് അതെങ്ങനെ റീസ്റ്റോർ ചെയ്യണം എന്ന് അറിയാഞ്ഞിട്ട് ഏതോ ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് ചെയ്ത ഒരു മോഡിഫിക്കേഷൻ ആണിത്. അപ്പോൾ ഇല്ല, അതും ഏകദേശം മാച്ചിങ് ആണ്. പക്ഷെ അതല്ല നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇനി ഒറിജിനലായിട്ട് അത് എങ്ങനെ ആയിരിക്കും എന്നുള്ള പഴയ ഫോട്ടോസ് എല്ലാം റെഫറൻസ് വെച്ചിട്ട് ചെയ്യണം. ഇപ്പൊ ജൂബിൻ ഇതിപ്പോ കുറെ ദിവസമായിട്ട് അടുത്ത് കാണുന്നുണ്ട് ഈ വാഹനം. ജൂബിൻ ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാണ്. ജൂബിൻ ഇതിനകത്ത് കണ്ടിരിക്കുന്ന സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ? ഈ വാഹനം ഓരോ തവണ കാണുമ്പോഴും ഓരോരോ പുതിയ പുതുമകളാണ് വരുന്നത്. അതായത് ഈ കാണുന്ന ഫ്യൂവൽ ലിഡ് ശരിക്കും ഇവിടെ അല്ലായിരുന്നു. ഈ ഫ്യൂവൽ ക്യാപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ത്രികോണാകൃതിയുള്ള ഇപ്പൊ 2 സൈഡിലും കാണാം. ഈ ബൂട്ട് ലിഡിന്റെ 2 സൈഡിലും ഇങ്ങനെ 2 ത്രികോണാകൃതിയിലുള്ള 2 പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നായിരുന്നു ഈ ഫ്യൂവൽ ലിഡ്. അതെ, ഇത് തുറന്നു വരും. ഇത് തുറന്നു വന്നിട്ട് അതിനകത്തായിരുന്നു ഫ്യൂൽ ലിഡ് വന്നോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇത് പിന്നീട് ആരോ അത് ഈ ഓപ്പണിംഗ് മെക്കാനിസം എന്തെങ്കിലും കേട് വന്നിട്ടോ എല്ലാം അങ്ങനെ ആക്കിയതായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഈ കാണുന്ന ഈ ലൈറ്റൊക്കെ ഏതിന്റെയാണ്, എങ്ങനെ ഉണ്ടാക്കി? ഈ പിച്ചള കൊണ്ടുള്ള ഹൗസിംഗ് എല്ലാം, ഈ ലൈറ്റിങ്ങിന്റെ ഇതെല്ലാം കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അന്നത്തെ കാലത്തെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഇതൊരു പക്ഷേ ഇൻഡിക്കേറ്റർ ആയിരിക്കാം അന്നത്തെ കാലത്ത്. അതുപോലെ ഈ താഴെ കാണുന്ന ഇത്തരം ചില എലമെന്റ്സ് ഒക്കെ അതെല്ലാം എനിക്ക് തോന്നുന്നത് ആദ്യം കക്ഷി ചെയ്ത എഡി കാറിലും ഉണ്ട് അല്ലേ? അതെ, അദ്ദേഹത്തിന് ആ ഒരു വെർട്ടിക്കൽ ലൈൻസിനോടുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതിന്റെ ആ ഒരു സ്റ്റൈൽ അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പാലസ് സ്പെഷ്യലിലും അത് വന്നിട്ടുണ്ട്. പിന്നെ ഈ മോഡൽ 3-ലും അതേ എലമെന്റ്സ് തന്നെയാണ് പുള്ളി ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നീട് നമുക്ക് ശ്രദ്ധിച്ചാൽ പിന്നീട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോ കോച്ചുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ അവർ ഈ ഒരു ഗ്രില്ല് അനുകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇദ്ദേഹം ആയിരിക്കും അതിന് തുടക്കമിട്ടത്. അതുപോലെ ജുബിൻ ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് ഏതെങ്കിലും ഒരു മോഡലുമായിട്ട് ഇതിനൊരു സാമ്യം തോന്നിയോ? ഏതെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും? ഇതിന് ശരിക്കും പറഞ്ഞാൽ സമാന്തരമായിട്ട് വെക്കാൻ പറ്റിയ ഒരു വാഹനം നമുക്ക് ഇന്ത്യയിൽ ഇല്ലെന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നത് പഴയ ഹെറാൾഡ് ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ഹെറാൾഡ് ഉണ്ടായിരുന്നു. ഹെറാൾഡുമായിട്ട് ഒരുപാട് സാമ്യം തോന്നിയിട്ടുണ്ട് നമുക്ക് പല കാര്യങ്ങളും. ഈ ഇത്തരം ലൈനുകളും അതുപോലെ ഈ ഒരു കട്ടിങ്ങുകളും ഒക്കെ കുറച്ചൊക്കെ അതെ, ഹെറാൾഡിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ഈ വിൻഷീൽഡ് ഒക്കെ ഏതിന്റെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ വിൻഷീൽഡ് അന്നത്തെ കാലത്ത് ഉപയോഗത്തിലിരുന്ന ഏതെങ്കിലും വാഹനത്തിൽ, ഇത് അംബാസഡർ ആണെന്നൊക്കെ പലരും പറഞ്ഞു, പക്ഷെ അംബാസഡറിന്റെ അല്ല, ഇത് മറ്റേതോ ഒരു വാഹനത്തിന്റെയാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പഴയ വാഹനങ്ങളും സർവീസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കിന്റെ അടുത്തോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്നോ നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ തോന്നും. പിന്നെ ഇതിന്റെ ഡിസൈൻ ശ്രദ്ധിക്കുന്ന കാര്യം, അന്നത്തെ കാലത്ത് നമുക്കറിയാം ഷെവർലെ ഇംപാലെ അല്ലെങ്കിൽ ബെലേറൊക്കെ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇങ്ങനെ മേളോട് പൊങ്ങി വരുന്ന ഫിൻസ് ഉണ്ടായിരുന്നത്. ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് മേലേക്ക് വരുന്ന ഫിൻസ് ആയിരുന്നു. പക്ഷെ ഇത് ഈ റിയർ ഫെൻഡർ വന്നിട്ട് വളരെ ഫ്ലാറ്റായിട്ട് വന്ന് ഇതിങ്ങനെ 2 വശത്തേക്കാണ്. അതായത് തിമിംഗലത്തിന്റെ വാല് പോലെ വെയിൽ ഫിൻസ് എന്ന് പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫോർഡിന് അങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നു, മനസ്സിലാകാത്ത രീതിയിൽ കാർ ഉണ്ടായിരുന്നു. സൈഡിലേക്ക് അതെ, ഇതൊക്കെ ഒറിജിനൽ ഈ റെയിൻ ഗാർഡ്സ് അല്ല, അതില്ല ഈ ഡ്രിപ്പ് ലൈനുകളും റെയിൻ ഗാർഡ്സും എല്ലാം. അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള പല മാനുഫാക്ചറേഴ്സും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് മനസ്സിലാക്കാണ് ഇവിടെ വാഹനം ഇറക്കിയിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കി വാഹനം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നാട്ടിൽ 12 മാസവും എപ്പോഴെങ്കിലുമൊക്കെ മഴയുണ്ടാകും. അപ്പോൾ ആ മഴയും ആ കാലാവസ്ഥയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡ്രിപ്പ് ലൈനും
എല്ലാമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് വെള്ളം ഒഴുകി പോകുന്ന ഒരു പാസേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡീലർഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആക്സറി ഷോപ്പിൽ നിന്ന് വാങ്ങി ഫിറ്റ് ചെയ്യുന്ന റെയിൻ ഗാർഡൊക്കെ അദ്ദേഹം പണ്ട് ഇതിനകത്ത് ഓയി ആയിട്ടെന്ന് തന്നെ പറയുന്നത്. ഇതൊക്കെ കയ്യിൽ അടിച്ചുണ്ടാക്കിയാണ്. ഇതെല്ലാം പിച്ചളയിൽ തീർത്തതാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ബീഡിങ്സ് എല്ലാം അതിൽ പിച്ചളയിൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് അംബാസഡറിന്റെ ആണോ? അത് അംബാസഡർ പോലെ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ആവാം, അംബാസഡർ തന്നെ ആവാം അത്. അതുപോലെ ഇതിന്റെ ഒരു നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡോർ അടയ്ക്കുന്ന ഫീലാണ് കണ്ടോ. വളരെ ആ തട്ട് സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സൗണ്ടാണ്. അത്ര ഹെവിയും അത്രയ്ക്ക് ആ ബിൽ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഈ കാണുന്ന ഈ എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഭാഗം ഷോൾഡർ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോ ചില വാഹനങ്ങൾ കണ്ടു തുടങ്ങി. പുതിയ വാഹനങ്ങൾ ആ ഒരു മില്ലിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കോർണർ ഗ്ലാസ് ഉണ്ട്, അത് തുറക്കാവുന്നതാണ് കോർണർ ഗ്ലാസ്, പഴയ അംബാസഡർ പോലെ തന്നെ. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വിൻഷീൽഡ് ഹെറാൾഡിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് പറയുന്നു. അതിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ബീഡിങ്ങും എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. അത്രയേറെ ഫിനിഷിങ്ങിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും വൈബ്രേഷൻ ഒന്നും ഉണ്ടാകാത്ത രീതിയിലാണ് അത്രയ്ക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ കാര്യവും. അതെ അതെ, കാരണം സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഫ്രണ്ട് ഫെൻഡർ മറ്റൊരു പീസല്ല, ഈ മെയിൻ ഫ്രെയിമിനോട് തന്നെ ചേർത്താണ് ഈ ഫ്രണ്ട് ഫെൻഡർ രണ്ടും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത്ര സ്ട്രോങ് ആയിട്ടാണ് അതിന്റെ ഒരു നിർമ്മാണം പോയിരിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് സാധാരണഗതിയിൽ ഈ വണ്ടിയുടെ മുൻഭാഗത്തിന്റെ ആ ഒരു വീതി തന്നെ എപ്പോഴും വിൻഷീൽഡിന്റെ ഭാഗത്തേക്കും വരും. അതെ അതെ. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് മുൻഭാഗത്തിന്റെ വീതി ഇല്ല വിൻഷീൽഡിലേക്ക് എത്തുമ്പോൾ. അതൊരു വളരെ രസമുള്ള ഒരു ഡിസൈൻ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മൾ ഈ ഫയൽവാൻമാർ നിൽക്കുന്ന പോലെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് തല ഇങ്ങനെ ചെറുതായിരിക്കും എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഈ കാണുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു മലയാളിക്കും അങ്ങേറ്റ ഒരു ഇന്ത്യക്കാരനും അങ്ങേറ്റ അഭിമാനം തോന്നുന്ന ഒരു പേരാണ് അരവിന്ദ് എന്ന് എഴുതിയ ഒരു കാർ. സത്യം പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തായിരിക്കും ജുബിന ഇവിടെ ഒരു ലോക്ക് കാണുന്നത്? ഇത് ഞാൻ അറിഞ്ഞിടത്തോളം പണ്ട് കാലത്ത് ഈ വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷിച്ചുകൊണ്ട് പോകുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോണറ്റ് ലോക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു സിസ്റ്റം. അത് ബോണറ്റ് ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരും കേട്ട് കഴിവുള്ളൊരു കാര്യമാണ്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹം ചെയ്തതായിരിക്കാം ഈ ഒരു കാര്യം. പിന്നെ ഇതിൽ ഈ കാറിൽ വളരെ യുണീക്കായിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും യുണീക്കായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇൻഡിക്കേറ്റർ. അതാണ് ഈ വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ LED ഇൻഡിക്കേറ്റർ ലൈൻ പോലെ വരുന്നതിന്റെ 54 വർഷം മുമ്പുള്ള ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബൾബ് എന്തായിരിക്കും? ഒരു പിടിയിൽ ഇത് അഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ ഇതിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ലിറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. തന്നെ അവിടെ ഈ കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ട് ഈ ഒരു കർവൊക്കെ എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. അതെ പറഞ്ഞു, ഈ ഇന്ത്യൻ ഡിസൈൻ ലാംഗ്വേജ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിർവചിക്കുകയായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ വരുന്ന പല വാഹനങ്ങൾ പല രാജ്യങ്ങളിൽ വരുന്നുണ്ട്, ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ വെഹിക്കിൾ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കിവിടെ ഇല്ല. ആ ഒരു അന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ആണെന്ന് പറയുന്ന പല വാഹനങ്ങൾക്ക് അതില്ല, ആ ഒരു സ്വത്വമില്ല. അതുപോലെ ഈ 4 ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെ, അത് എനിക്ക് തോന്നുന്നു അതും ഇന്ത്യൻ ഏതോ കാറിന്റെ ഉപയോഗിച്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? ഇത് സീൽഡ് ബീം ഹെഡ് ലാമ്പ് എന്ന് പറയും. ഇത് അങ്ങനത്തെ ഒരു പല 60 കാലഘട്ടങ്ങളിലൊക്കെ പല വാഹനങ്ങളിലും വിദേശ നിർമ്മിത വാഹനങ്ങളിലടക്കം അന്നൊരു സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആണ് ഡ്യുവൽ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞത്. അതൊരു റെഗുലേഷനും കൂടെ ആയിരുന്നു. പക്ഷേ അത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഒരു ബസ്സിലൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് അത് ഉൾക്കൊള്ളിച്ച് വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചു. അതുപോലെ ഇതാണ് ഏറ്റവും രസകരമായ ഒരു ഭാഗം. അതെ, ഇത് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്ര രാത്രി വർക്കളച്ച് കാണും അല്ലേ? കാരണം ഇത് എങ്ങനെ വരണം എന്നുള്ളത് ഇത് ഇന്നും അന്നും ഒരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്ത ഗ്രില്ലിന്റെ ഡിസൈൻ അല്ലേ ഇത്? ഈ ഡിസൈനിന്റെ പാറ്റേൺ ഇങ്ങനെ വരുന്നതിരിക്കട്ടെ, ഈ പാറ്റേൺ നമ്മൾ വരച്ചുണ്ടാക്കിയാലും ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇന്ന് തന്നെ ഇപ്പം എന്തെല്ലാം കമ്പ്യൂട്ടർവൽകൃതമായിട്ടുള്ള മെഷീനറീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്രയേറെ കൃത്യതയോടെ ഇത് തമ്മിലുള്ള ഗ്യാപ്സ് ആണല്ലോ എല്ലാം ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ് അത് കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തോന്നുന്ന കുറെ താഴെയുള്ള വെന്റിലേഷൻസ് അത് അതിന്റെ ബാക്കിയായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അത് വെന്റിലേഷൻസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ആ ഒരു പാനല് അത് അവിടെ കാണാം. ശരിക്കും എന്താ പറയേണ്ടത്,
നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഇത് ഒരു ഡിസൈൻ ഒരു മാർവലാണ് സംഭവം. ഇതൊന്ന് തുറന്ന് കാണിക്കാമോ? ഇതൊരു സെൽഫ് ലോക്കിംഗ് ഹുഡാണ്. കാരണം വരുന്നതിന് മുമ്പുള്ള ഹൈഡ്രോളിക് അല്ലെങ്കിൽ മറ്റൊരു ലോക്കിംഗ് മെക്കാനിസം ഒക്കെ ഇപ്പോഴത്തുള്ള വാഹനങ്ങളിലുണ്ട്. ഒരു ചെറിയ കോല് വരും, അടുത്ത് നമ്മൾ കുത്തിവെക്കും. ഏത് ലക്ഷറി വാഹനങ്ങളിലാണ് നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങേയറ്റം എനിക്ക് തോന്നുന്നു ബെൻസിന്റെ ഒക്കെ ഒരു ടോപ്പിന്റെ വണ്ടികളിലല്ലാതെ എല്ലാത്തിലും ഇപ്പോഴും നമ്മൾ വടി കുത്തി വെക്കുകയാണ്. ഇത് ഇപ്പോഴും അന്നും വടി കുത്തി വെച്ചിട്ടില്ല, ഇന്നുമില്ല. സ്പ്രിംഗ് അത് ഫിറ്റ് ചെയ്തിരിക്കും. വടി കുത്തി നടക്കേണ്ട പ്രായത്തിലൊരു വാഹനമാണ്. പക്ഷേ അത് ശരി, അത് അങ്ങനെയാണല്ലേ. ഓ, ഇതിന്റെ ഹെവിനെസ് ഉണ്ട്. അത് ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ, അതായത് ഈ ബോണറ്റിന്റെ ഉള്ളിലെ ഡിസൈനും എല്ലാം അത് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് അത്ര കൃത്യതയോടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഇൻസുലേഷൻ പോലെയൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലിരിക്കുന്ന എഞ്ചിനാണ് നമ്മളിപ്പോ ഈ ഫിയറ്റിന്റെ 1100 എഞ്ചിനായിരുന്നു. ഡി അല്ല, ഡി വരുന്നത് ഇന്ത്യൻ മെയ്ഡ് ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള എഞ്ചിനാണിത്. അതിന് മുമ്പുള്ള എഞ്ചിൻ ഇത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിനെ ഇനി നമുക്ക് റിസ്റ്റോർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരാൻ പോകുന്നത്. ഇതിന്റെ ആ ഒരു തനിമ ചോരാത്ത രീതിയിൽ ഇതിനെ റിസ്റ്റോർ ചെയ്തെടുക്കണം. കാർബറേറ്റർ എഞ്ചിനാണ്. പിന്നെ മറ്റ് ഘടകങ്ങളെല്ലാം അതേപടി ഇതിനെ നിലനിർത്തിക്കൊണ്ടുകൊണ്ടാണ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഇത് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ആളുകളുടെ സഹായം അതിനകത്ത് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. കാരണം ഒരു വളരെ എക്സ്റ്റെൻസീവായിട്ട് വളരെ എന്താ പറയണ്ടേ, ഒത്തിരി പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു ജോബാണത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ആളുകളുടെ സഹായം അതിനകത്ത് വേണ്ടി വരും. ഒരുപാട് എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്. അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ഡ്രൈവിംഗ് സീറ്റിലോട്ട് വേണേൽ കയറാം. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ബാക്കി കഥകൾ കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ എക്സ്റ്റീരിയറിൻ്റെ തീമാണ് ഇവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ലൈൻ ഇവിടെ കാണുന്നു, ഒരു എലമെന്റ് അവിടെ. അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ രതീഷ് ഇത് ഒരു റേഡിയോ ആണ്. ഇത് പൈ കേംബ്രിഡ്ജ് എന്നുണ്ട്, PYE പൈ കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട്. ഇതൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. ട്രാൻസിസ്റ്റർ റേഡിയോ അന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ഇതൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. ഇപ്പോഴും തിരിയുന്നൊക്കെ ഉണ്ട്, അതിൻ്റെ ഗാങ്ങെല്ലാം തിരിയുന്നുണ്ട്. ഈ താഴെയുള്ള ഇത് പിന്നീട് ആരോ ആഡ് ചെയ്തതാണ് ഈ 3 മീറ്റർ ഗേജസ് വന്നിരിക്കുന്നത്. ഇത് ഇതിന്റെ ഒറിജിനൽ പാർട്ട് അല്ല. അത് ഓയില്, പിന്നെ ഇത് ആദ്യത്തേത് ഓയില്, പിന്നെ ആംബിയർ മീറ്റർ, പിന്നെ ഇതൊരു ടെമ്പറേച്ചർ ഗേജ്. ഇത് ശരിക്കും ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കടം കൊണ്ടിട്ടുള്ളത് ആ ഒരു ഫിയറ്റിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഇതിനകത്ത് ഒരു എന്താ പറയണ്ടേ, ഒരു ഹൊറിസോണ്ടലി ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സ്പീഡോമീറ്റർ, അത് മൈൽസിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ബ്രിട്ടീഷ് സ്പെക്ക് ഫിയറ്റിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഗേജ്, പിന്നെ ഡൈനമോ ചാർജിങ്ങിൻ്റെ ഒരു ലൈറ്റ്, ആൾട്ടർനേറ്റർ ലൈറ്റൊക്കെ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ട്. അതുപോലെ ഓയിലിൻ്റെ പ്രഷർ ലോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ലൈറ്റ് റിസർവ്, ഫ്യൂവൽ റിസർവിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, അതെല്ലാം അന്നത്തെ കാലത്ത് ഫിയറ്റിലുണ്ടായിരുന്നൊരു ഇതാണ്. പിന്നെ ഫ്യൂവൽ ഗേജ് മൈലിലാണ് കൊടുത്തിരിക്കുന്നത് തന്നെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും അതൊരു ബ്രിട്ടീഷ് സ്പെക്ക് ഉള്ളൊരു വാഹനമായിരുന്നു. അതുപോലെ മാപ്പ് ലൈറ്റിനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റൊരു സ്വിച്ചിൻ്റെ ഇതുപോലെ തിരിക്കുക അല്ലെങ്കിൽ വലിക്കുക ചെയ്യുന്ന ഒരു രീതിയിലുള്ള സ്വിച്ച് ആയിരിക്കണം. ഇതും അങ്ങനെ തന്നെ സ്വിച്ചസ്, ഇൻസ്ട്രുമെന്റേഷൻ ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ നടുവിൽ അരവിന്ദ് എന്ന് പറഞ്ഞൊരു ലോഗോ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാനലിനുള്ളിൽ ഒരു മെറ്റലിൽ എൻഗ്രേവ് ആയിട്ടുള്ള ഒരു കാർവ് എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൈകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടാൽ മനസ്സിലാവും. എന്നാലും അത്രയും ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് സർക്കുലർ ഹോൺ റിങ്, അതെ, അതിപ്പോ ചെയ്താലും അത് ഒരു വളരെ രസകരമായിട്ടുള്ള ഫീച്ചറാണ് വന്നിട്ടുള്ളത്. അതാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിന്റെ കാഴ്ച. അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡെല്ലാം വളരെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ മിനിമൽ സംഭവങ്ങളൊക്കെ ആണെങ്കിലും വളരെ ഇപ്പോഴും ഒരു ക്ലാസി ലുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തട്ടിക്കൂട്ട് വണ്ടി ഒരിക്കലും അല്ല. ഇതിന്റെ സീറ്റ്സ് ശരിക്കും ബെഞ്ച് സീറ്റ് ആയിരുന്നു, പിന്നീട് അത് ആരും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഗിയർ ഷിഫ്റ്റ് ഒക്കെ മറ്റേ സ്റ്റിയറിംഗ് കോളം ഷിഫ്റ്റ് ആണ്.
നമ്മുടെ ഫിയറ്റിലൊക്കെ വന്നിട്ടുള്ള അതേ ഷിഫ്റ്റ് തന്നെയാണ്. ചേർത്ത് അതെ അതെ അതെ. പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം അല്പം സ്റ്റക്കാണ് ഇപ്പം. ഇതെല്ലാം പിന്നീട് ഇനിയിപ്പോൾ നമ്മൾ റിസ്റ്റോർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. ഇത് ഇൻഡിക്കേറ്ററിന്റെ ആണ് ഈ കാണുന്ന ലിവർ അല്ലേ? ഈ കാണുന്നത് ഇൻഡിക്കേറ്റർ. ഇത് ബാക്കി ലൈറ്റ്സ് എല്ലാം ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ടോഗിൾ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടാമത് ആഡ് ചെയ്താവാനും മതി. ഇഗ്നീഷൻ സ്വിച്ച് വന്നിട്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്, താക്കോലിടുന്നത്. ഇതാണിപ്പോൾ എനിക്ക് ഈ വാഹനത്തെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിനി ഇത് അഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ കൂടുതൽ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾ വീഴാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഇതിലൊരു വിനൈൽ ഡിസ്ക് ചേഞ്ചർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കണം അത് സ്ഥിതി ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ഗേജസ് വർക്ക് ചെയ്തതായപ്പോൾ അത് ശരിയാക്കാൻ മെനക്കെടുന്നതിന് പകരം ആരോ ഈ 3 ഗേജസ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഒരു ഓയിൽ, ആംബിയർ മീറ്റർ, ഇതെല്ലാം അംബാസഡറിൽ വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ഗേജസ് ഒക്കെയാണ്. അതുപോലെ ജുബിൻ ഈ കാണുന്ന അപ്ഹോൾസ്റ്ററി ഒക്കെ പിന്നെ മാറ്റിയതായിരിക്കും അല്ലേ? ആ ഡോർ ട്രിമും ആംബ്രസ്റ്റും ഒക്കെ പിന്നീട് ആരോ ചെയ്ത, അത് അത്രയ്ക്കൊരു എന്താ പറയണ്ടേ, ചരിത്രത്തോട് നീതി പുലർത്തുന്ന, ഇതിന്റെ ഹോൾ തീമിനോടും നീതി പുലർത്തുന്നില്ലെന്ന് വേണം പറയാൻ. ഇതിന്റെ ഒറിജിനൽ സീറ്റ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചെയ്തിരിക്കാമായിരുന്ന തരത്തിലുള്ള ഡോർ ട്രിമുകളൊക്കെയാണ് നമ്മൾ ഇനിയും പുനഃസൃഷ്ടിക്കാൻ പോകുന്നത്. അത് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാലും അത് ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഫ്രണ്ടിലുള്ള പോലെ തന്നെ നമുക്ക് ബാക്കിലും നല്ല സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഇതിനകത്തൊരു മാപ്പ് റീഡിംഗ് ലൈറ്റ്സ്, അതുപോലെ തന്നെ റീഡിംഗ് ലൈറ്റ്സ് ഇതിനകത്ത് ഒരു മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പീക്കർ, ഒരു സിംഗിൾ സ്പീക്കറാണ് ബാക്കിലെ പാർസൽ ട്രേയിലുള്ളത്. അത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് ഒരു സ്പീക്കർ വളരെ മനോഹരമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്ന പോലെ കേരളത്തിൻ്റെ വാഹന ചരിത്രം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പോലും രതീഷിൻ്റെ മുത്തച്ഛനിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അദ്ദേഹം ഇതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നോ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു പ്രഷ്യസ് സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അതെ, പിന്നെ അച്ഛൻ പിന്നെ ഫുൾ ഓട്ടോമോട്ടീവ് ആയിരുന്നു. ബാക്കി ഇരിക്കുന്ന സിബ്ലിങ്സ് were not automotive people, but of course that love and everything was still there very much. പക്ഷെ അച്ഛൻ വന്നിട്ട് ഈ ഫുൾ കാറിൽ ഇറങ്ങിയത് കാരണം ഇത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ ആദ്യം തൊട്ട് മർക്കാർ മോട്ടോഴ്സിലായിരുന്നു, റോയൽ എൻഫീൽഡും എല്ലാം. റിട്ടയർ ആയത് മെർസിഡീസ് ബെൻസ് ഡീലർഷിപ്പ് ആസ് എ ടോപ്പ് GM ഓൺലി ഹി റിട്ടയർഡ്. സോ ത്രൂ ഔട്ട് ദേ ന്യൂ അബൌട്ട് ഇറ്റ്. പക്ഷേ 3 പിള്ളേരായി, പിന്നെ അവിടെ ഇതായി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെൻ യു സ്പ്രെഡ് ഔട്ട് ഇറ്റ് ബിക്കംസ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ടേക്ക് സച്ച് എ ഹ്യൂജ് ടാസ്ക്. സോ എനിക്കിത് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഐ എം ജസ്റ്റ് പാസ്റ്റ് 40. ഇപ്പോൾ എനിക്ക് സമയമുണ്ട്. ഇന്ന് ഒരു 20 years ഉണ്ടെന്ന് വെച്ചോളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് എന്ന് പേര് വന്നത്? വീട്ടിലെ ആരുടെങ്കിലും പേരാണോ അത്? അല്ല, ഒരിക്കലും അല്ല. ആക്ച്വലി ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ഇൻ നോ വേ വിത്ത് പ്രോംപ്റ്റ് മോട്ടോഴ്സ്. മോട്ടോഴ്സ് അദ്ദേഹം ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലം അല്ലേ? മെയിനിന് ആദ്യം തുടങ്ങിയ സ്ഥലം അവിടെയാണ്. ഈ വർക്ക്ഷോപ്പിന്റെ ഇതൊക്കെ ഫൈനലായിട്ട് തുടങ്ങി. കുറെ വർക്ക്ഷോപ്പിൽ പണിയെടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ പ്രോംപ്റ്റ് മോട്ടോഴ്സിൽ ചേർന്നപ്പോൾ ഇങ്ങനെ ആ ലൈൻസിൽ ഇങ്ങനെ മേളിൽ കയറുമല്ലോ, കയറിയപ്പോൾ ഐ തിങ്ക് ദി ഓണേഴ്സ് നെയിം വാസ് അരവിന്ദ് ആക്ഷൻ. ഐ എം നോട്ട് ഷുവർ.
ബട്ട് ഐ ആസ്ഡ് വെദർ ഇറ്റ് വാസ് കണക്റ്റഡ് ടു ദാറ്റ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരിക്കലും അല്ല, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. പിന്നെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഈസ് ബിക്കോസ് മേനൻ യൂസ് ടു ഗോ മെനി ടൈംസ് ഈ അർബന്ധോ ആശ്രമം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സോ അവിടെ ഒരുപാട് പ്രാവശ്യം പോവായിരുന്നു. സോ അത് വെച്ചുകൊണ്ടാണ് ആ പേരിനെ ഒന്ന് ഈ കാറിൻ്റെ പേര് പോലെ ആക്കാനായിട്ട്. അരവിന്ദ് ഇസ് എ വെരി കോമൺ നൈസ് നെയിം ഓൾസോ, നൈസ് സൗണ്ടിങ് നെയിം, ഒരു നല്ല മലയാളം നെയിമാണ്. അതുമല്ലാതെ ഈ ലോട്ടസിൻ്റെ ഒരു സാൻസ്ക്രിറ്റിൻ്റെ വേർഡായിരുന്നല്ലോ. സോ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ടച്ച് വിത്ത് ഇന്ത്യനിസം ഐ സപ്പോസ് അറ്റ് ദാറ്റ് ടൈം. ബിക്കോസ് ഇത് 1956 ഉണ്ടാക്കിയ വണ്ടിയല്ല കമ്പനി 1956 ഉണ്ടാക്കിയ കമ്പനിയാണ്. സോ 1956 ഫോറിൻ നെയിംസ് ആയിരുന്നല്ലോ, ഷെവർലെ, ബെല്ലേറും, കാഡിലാക്കും അങ്ങനത്തെ പേരായിരുന്നു. സോ മേ ബി ഹി തോട്ട് ഒരു ഇന്ത്യൻ നെയിം ആയിട്ട് വരണം എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കാം. തന്നെയല്ല, ഇത് തിരുവനന്തപുരം വെച്ചാൽ പത്മനാഭസ്വാമിയുടെ സ്ഥലമാണല്ലോ, താമര എന്ന് പറഞ്ഞൊരു അതുകൊണ്ടാകും. അപ്പോൾ ഈ 3 വാഹനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയ 3 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നോ? പിന്നെ സോ ആദ്യത്തെ ഇഡി ചാമ്പ്യൻ we are not very sure whether അതിൻ്റെ രജിസ്ട്രേഷൻ മാറ്റിയിട്ടതാണോ, ബിക്കോസ് സ്റ്റുഡിബേക്കർ ചാമ്പ്യൻ 47 മോഡൽ സ്റ്റുഡിബേക്കർ ആയിരുന്നു. സോ അതൊക്കെ ഇമ്പോർട്ടഡ് വണ്ടിയാണ്. പിന്നെ 47 വണ്ടി 55 ആക്സിഡൻ്റ് ആയിട്ട് ഒരു ഫോട്ടോ ഉണ്ട്, വിച്ച് ഇസ് എ പബ്ലിക് ഫോട്ടോ വിച്ച് കംസ് വിത്ത് ഫോർ രജിസ്ട്രേഷൻ. സോ അപ്പോഴത്തെ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു പുതിയ വണ്ടി, ഇൻഫാക്ട് ഈ RTOയിൽ വന്നിട്ട് 80% കൂടുതൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിൽ അവർ ഒരു രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് പുതിയതായിട്ട് തരണം. ആ പോയിന്റ് വെച്ച് ഈ സ്റ്റുഡിബേക്കർ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതിൽ ഫോർ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പാലസ് സ്പെഷ്യൽ വാസ് ഡെഫിനറ്റ്ലി KLT. സോ ഐ തിങ്ക് അത് വന്നിട്ട് 1939 വണ്ടിയായിരിക്കും. അത് ചിലപ്പോൾ പുതിയ രജിസ്ട്രേഷനും ആയിരിക്കും, ബിക്കോസ് അത് ഹൈനസിൻ്റെ വണ്ടിയായിരുന്നു. പക്ഷെ അത് KLT ആണ്, അത്രയും അറിയാം. ദിസ് വാസ് 85% ഇന്ത്യൻ പ്രോഡക്റ്റ്. So there is a letter by Menon to the Transport Commissioner where he is very clearly stating, I have built this car by myself. 45% I made it. 40% Indian components. Only 15% is imported because those products are not made in India. So that includes the speedometer. And what I thought was the engine and gearbox. Earlier I thought was the Fiat നമ്മുടെ 1100D വിച്ച് വാസ് ഇന്ത്യൻ വെഹിക്കിൾ. സോ അതായിരുന്നു ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ ലെറ്റർ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് വാസ് എ 1956 Fiat 1100. സോ ഇതിൽ കുറേ ചേസി ബൈ ദ വേ വാസ് മെയ്ഡ് ബൈ ഹിം. സോ വിച്ച് വാസ് എ വെരി ഷോക്കിംഗ് തിങ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഏതൊരു വാഹന കമ്പനിക്കായാലും ഈ ചാസിയൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഏറ്റവും പൈസ ചിലവാകുന്നതും ഏറ്റവും അധികം ഇന്നോവേഷൻസ് വേണ്ട ഒരു ഫീൽഡ്. അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കി റിസർച്ച് വേണ്ട ഒരു കാര്യം, അത് അന്നേ ഉണ്ടാക്കിയെടുത്തു. അതെ, ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഈ വണ്ടി നോക്കുമ്പോൾ തന്നെ ഇഫ് യു സീ ദ ലൈൻസ് ഓഫ് ഇറ്റ് ആൻഡ് ഹൗ ഹി ഗോട്ട് ദിസ് കാർ, എനിക്കിത് നോക്കുമ്പോൾ ടുഡേ വെൻ ഐ എം മേക്കിംഗ് ദ ന്യൂ കാർ ഐ വിൽ ബി യൂസിങ് എ സൂപ്പർ കമ്പ്യൂട്ടർ, ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു ഈവൻ എ കാൽക്കുലേറ്റർ. സോ എനിക്കിത് നോക്കുമ്പോൾ ഈ പിരമിഡ്സിൻ്റെ സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത്. ഇത് ഈ പിരമിഡ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെ ഇത് നോക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്ററി ടു മീ. സോ ആക്ച്വലി എനിക്ക് ഇത് റെസ്റ്റോർ ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ദെൻ ഇറ്റ് ടുക്ക് ഹിം ടു മേക്ക് എ ബ്രാൻഡ് ന്യൂ കാർ. ആൻഡ് ഹി മെയ്ഡ് ദിസ് ഇൻ ഹിസ് സ്പെയർ ടൈം. So, you know, when this car was happening, while it was finishing, the Model 3 was finishing, he was already working as a customer client vehicle, the Palace Special. So that was the main vehicle. So this was his own project, a prototype. So he cannot spend his full time on it, and he was working as a part-time. Yeah. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും വാഹനങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് രതീഷ് കരുതുന്നത്? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊരു പ്രയർ, ഒരു ഹോപ്പ് ഉണ്ട്. സോ ആദ്യത്തെ വണ്ടി വാസ് ഡൺ ബൈ മേനൻ ഫോർ ഹിംസെൽഫ്. അത് സ്വന്തം വണ്ടിയായിരുന്നു. പക്ഷെ പണ്ട് ഈ വണ്ടി ഒന്നും കിട്ടില്ലല്ലോ, വാങ്ങിക്കാനൊന്നും കിട്ടില്ല. 4 years 5 years വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. സോ അപ്പോൾ വന്നിട്ട് ഈ ഫിലിം പ്രൊഡ്യൂസർ അക്കംപട്ടെ നാഗരാജൻ, അക്കംപട്ടെ പരമശിവം നാഗരാജൻ, he saw the car and he refused to leave without the car. വണ്ടി കിട്ടിയാലേ പോലൂ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സ്റ്റോറിയാണ് വന്നിരുന്നത്. സോ വണ്ടി തന്നാലേ പോലൂ എന്ന് പറഞ്ഞ് വണ്ടി അയാൾക്ക് വിറ്റു. ബിക്കോസ് ഹി വാസ് എ പാഷനറ്റ് മാൻ ആൻഡ് ഹി വാണ്ടഡ് ദറ്റ് കാർ. അതിൻ്റെ ആ പുതിയ സ്റ്റൈലിംഗ് ഒക്കെ ആയിരുന്നല്ലോ, അതും ഡീസൽ എഞ്ചിനായിരുന്നു, ബെൻസിൻ്റെ ഡീസൽ എഞ്ചിൻ. സോ ഐ എം ഷുവർ ഇറ്റ് വാസ് നല്ലൊരു ക്വയറ്റ് വണ്ടിയായിരുന്നു. സോ അതെടുത്തുകൊണ്ട് മെഡ്രാസിലേക്ക്
പോയി അത്. സോ ഇറ്റ് വാസ് ഷിഫ്റ്റഡ് ടു മെഡ്രാസ് ഇൻ 58. യാ, സോ അതിന്റെ ഹിസ്റ്ററി എടുത്തോണ്ട് വരികയാണ്. നോക്കണം, യുനോ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ദേർ. അത്രയും റെയർ വണ്ടി ആരും അങ്ങനെ കൊടുക്കില്ല. രണ്ടാമത്തത് പാലസ് സ്പെഷ്യൽ അത് ആദ്യം തൊട്ട് തപ്പാൻ തുടങ്ങി. മച്ച് ബിഫോർ, മേ ബി ഇൻ 2016 itself we decided that we will search for the vehicle. പിന്നെ കുറേ ഇൻപുട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി വി വിൽ ഫൈൻഡ് ഔട്ട് വേർ ദ ലൊക്കേഷൻ ഇസ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ഷുവർ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് രതീഷിൻ്റെ ആവശ്യമോ എൻ്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ് ഈ രണ്ട് വാഹനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ചരിത്രമാണത്. നമ്മുടെ ചരിത്രം നമ്മുടെ നാട്ടിലല്ലാതെ നമ്മുടെ കോഹിന്നൂർ ഡയമണ്ടും കിരീടവും ഒക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതുപോലെ വേറൊരു സ്ഥലത്താണിപ്പോൾ. നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എവിടെയെങ്കിലും ഈ വാഹനങ്ങൾ ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയായാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയുക. നമുക്ക് അതിൻ്റെ പിന്നാലെ എത്ര കാലം വേണമെങ്കിലും പോകാം. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും കാലമായിട്ട് നമ്മളൊക്കെ ഈ ഓട്ടോമൊബൈൽ ജേർണലിസം ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ഈ വാഹനങ്ങളെ പറ്റിയും മുത്തച്ഛനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് രതീഷ് മസ്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷമാണ് രതീഷ് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ ഇതുവരെ ഈ മൂന്ന് വാഹനങ്ങളുടെ ചരിത്രവും അതുപോലെ മുത്തച്ഛൻ്റെ ചരിത്രവും കൃത്യമായിട്ട് ഇപ്പം ഒന്ന് പറയാവുന്ന രീതിയിൽ മനസ്സിലായോ? ഇത് എങ്ങനെ അറിയോ? ഇത് വന്നിട്ട് ഒരു ഈ ഫാളിങ് ഡൗൺ ദ റാബിറ്റ് ഹോളിൻ്റെ കഥയാണ്. ആദ്യം ഇറങ്ങിയപ്പോൾ ഇതാണ് സ്റ്റോറിന്ന് ആദ്യം വിചാരിച്ചു, എല്ലാവരും പറഞ്ഞതാണ്. പിന്നെ പതുക്കെ ഒരു 2 ഡോക്യുമെൻ്റ് വരും, അതിൽ നോക്കുമ്പോൾ ഇത് ഫിറ്റ് ആവില്ല. പിന്നെ നോക്കുമ്പോൾ യു ഹാവ് ടു റീവയർ ദ സ്റ്റോറി, അപ്പോൾ വേറെ ഒരു കറക്റ്റ് സ്റ്റോറി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇതാണ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇനിയൊരു ഡോക്യുമെൻ്റ് വരും. ഇങ്ങനെ വന്ന് 2016 തുടങ്ങി. 2015 ഞാൻ റിട്ടേൺ വന്നു, ഇന്ത്യക്ക് വന്നു പെർമനൻ്റ് ആയിട്ട്. 2016 ഐ ഡിസൈഡഡ്. അപ്പോൾ ഒരു ട്രെയിൻ കയറി ഇവിടെ വന്നിട്ട് ആദ്യം ഇപ്പോൾ ഇന്റർനെറ്റിൽ എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന ഫോട്ടോ ആണ് ഞാൻ എടുത്ത ഫോട്ടോ. അതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്, അതൊരു മാർക്കറായിട്ട് ഇടാനായിട്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ തൊട്ട് ഇരുന്ന സ്റ്റോറിയും ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോറി സോ ഡിഫറെൻറ്റ്. ആൻഡ് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഡിറൈവ് ഇൻഫ്ലുവൻസസ് ബേസ്ഡ് ഓൺ ഓൾ ദ പ്രൂഫ്സ് ദാറ്റ് വി ഹാവ്. ദെൻ യു സബ്മിറ്റ് മോർ പ്രൂഫ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഡിസ്കവറിങ് ദ യൂണിവേഴ്സ് പോലെയല്ലേ. സോ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മേനൻ ലെഫ്റ്റ് പസിൽ ക്ലൂസ്. ഇറ്റ് ഈസ് ലൈക്ക് ഐ റിയലി ഫീൽ ലൈക്ക് ദാറ്റ് ഹി ലെഫ്റ്റ് ക്ലൂസ് എവറിവെയർ ഇൻഅഡ്വർട്ടൻ്റ്ലി മേ ബി. പിന്നെ അത് നമ്മളൊന്നിങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ അത് സ്റ്റോറി ഈസ് it is like a movie plot as it goes. So it is a very this thing. And also ഇപ്പോൾ ഫാമിലി എടുത്ത് ചോദിക്കുമ്പോൾ 10 വയസ്സ് 5 വയസ്സിലൊക്കെ ഈ വണ്ടി കണ്ട് രണ്ടാമത്തെ സൺ രാധാകൃഷ്ണ മേനൻ, he tells, I remember the car so well because he drove the car up onto the porch on my birthday. സോ അങ്ങനെ ഒരു മെമ്മറി ഒക്കെ ഉണ്ടാവും. ഐ റിമെമ്പർ സീയിങ് ദ ബ്ലൂ കാർ കമ്മിങ് എന്നൊക്കെ പറയില്ലേ. സോ സം മെമ്മറീസ് ഡോണ്ട് ഫേഡ്, പക്ഷേ സം മെമ്മറീസ് വിൽ ബി ലിറ്റിൽ മിക്സ്ഡ്. സോ ഇൻഫാക്ട് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ്സ് ഇസ് വി ഡോണ്ട് ഹാവ് എവിഡൻസ് ഓഫ് വാട്ട് ഇസ് ദി വെരി ഒറിജിനൽ കളർ ഓഫ് ദിസ് കാർ. ബിക്കോസ് എല്ലാ മെമ്മറിയിലാണ്, എല്ലാ ഫോട്ടോസും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ജുബിൻ വാസ് സെയിങ് ദി അതർ ഡേ, മേ ബി ദിസ് ഇസ് ഗോൺ ത്രൂ 3 restorations. മേ ബി അടിയിൽ പോകുമ്പോൾ ബെയർ റെസ്റ്റോറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒറിജിനൽ കളർ അവിടെ തന്നെ കിടക്കായിരിക്കും. കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും, ഒരു പ്രതീക്ഷയാണത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചരിത്രത്തിന്റെ നിധി പേടകം കണ്ടെടുത്തു, ഒരെണ്ണം. ഇനി 2 കൂടെ കണ്ടെടുക്കാനുണ്ട്. ഇപ്പം അത് 2 കൂടെ കണ്ടെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇനി ഇത് പ്രിസർവ് ചെയ്യാൻ പോകുന്നതും എങ്ങനെയാണ് ഇത് വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ പോകുന്നതും? ഡെഫിനറ്റ്ലി മറ്റേ 2 വണ്ടി കണ്ടുപിടിച്ചേ പറ്റൂ. അത് ഒരു മെയിൻ അജണ്ടയാണ്. പാരലൽ അജണ്ട ഇതിൻ്റെ ഒരു പ്രിസർവേഷൻ. സോ ഐ എം വെരി ക്ലിയർ, ഇതിൻ്റെ പ്രിസർവേഷൻ ഐ ഫസ്റ്റ് സീ ഇറ്റ് ആസ് ദ കാർ ബോൺ ഇൻ കേരള ബിൽഡ് ഫോർ ഇന്ത്യ. അങ്ങനെയാണ് ഞാൻ അതിനെ നോക്കണം. സോ ഇതിൻ്റെ പ്രിസർവേഷൻ ഹാസ് ടു ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ഗോ ഓൺ ഫോർ ജനറേഷൻസ് ലേറ്റർ. ആൻഡ് I don't believe that any one man can take it up, which means that it has to be some kind of system where the people working in that system, their only agenda is to preserve this car and the cars connected to the Aravind brand name.
സോ അങ്ങനെ ഒരു ഐഡിയ ഒരു ട്രസ്റ്റ് പോലെയൊക്കെ അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ഏറ്റവും കീ പീപ്പിൾ കമ്മിറ്റി ട്രസ്റ്റീസ്, സോ യു ഹാവ് യുവർ പ്രിൻസിപ്പൽ ട്രസ്റ്റി, യുവർ അസോസിയേറ്റ് ട്രസ്റ്റി, അങ്ങനെ ഡെപ്യൂട്ടി ട്രസ്റ്റി, അങ്ങനെ ഒരു ഫോമാറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. It's almost like you are going to create a method of selecting them. What do they bring to the so basically create a museum. So what do they bring to the museum? പിന്നെ അതുമില്ലാതെ ആ മ്യൂസിയമിൽ ഈ 3 കാർ മാത്രം നോക്കാൻ പാടില്ല. All the orphaned vehicles which don't have the owner feeling that it doesn't have a possibility of a future. So I trust എന്താവും അപ്പോൾ വന്നിട്ട് ഈ ട്രസ്റ്റ് വന്നിട്ട് വിൽ ബിക്കം ദ മൈൻഡ് ഓർ ദ പാരന്റ് ഓഫ് ദീസ് കാർസ് ആൻഡ് ദെൻ സ്റ്റാർട്ട് പ്രിസർവിംഗ് ദ വെഹിക്കിൾ. ഒരു ഹെറിറ്റേജ് മ്യൂസിയം, കാർ ഒരു വെഹിക്കിൾ ഹെറിറ്റേജ് മ്യൂസിയം. പല ആളുകളും നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴയ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാലശേഷം അത് എങ്ങനെയായിത്തീരും, അതിന്റെ ഭാവി എന്തായിത്തീരും മക്കൾക്ക് ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നശിച്ചു. ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി ഒരു അഫെയർ ആണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു വാഹനം വാങ്ങിച്ചുകൊണ്ട് പോയാൽ അതിന്റെ ഒരാൾ വാങ്ങിച്ചാൽ അതിൽ ചിലപ്പോൾ അയാൾ അത് മറച്ചു വെക്കാനായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ കൊടുക്കുകയില്ല. അവർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളിത് ടേക്ക് കെയർ ചെയ്യുമെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം തരാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെയുള്ള ആളുകളുടെ വാഹനങ്ങൾക്ക് ഒരു in 2001 while my grandmother was dying, she was in the bed, and it was a very sad phase for me, and I was very close to grandma, and she looked at me, പാപ്പു ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചിട്ട് KLR 1552 3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ കൈവിട്ടു. This is actually a true story. She had a connection between the number, it was like a recognition memory. So when she saw me, she recognized the number. She couldn't say the name of the car or I don't know what it was, and she said that 2 or 3 times and said okay സാരല്ല. അപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ പണ്ടത്തെ ഇതൊക്കെ മെമ്മറീസ് ആൻഡ് ഓൾ ഇസ് ട്രിഗറിങ്. സോ ഷി വാസ് and then after I think 2 days later she passed away. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ അങ്ങനെ മുത്തശ്ശിയുടെ മനസ്സിൽ കിടന്നിരുന്നു. അത് I think that was maybe a hint. അമ്മ എപ്പോഴും പറയും ഇത് മുത്തശ്ശൻ വന്ന് തിരിച്ച് എന്നെ ഒന്ന് ഇങ്ങനെ ഗൈഡ് ചെയ്യാണ് ഇങ്ങനെ പറയും. So whether people believe in it or not, there must be some things that people don't know, so maybe ഇതായിരിക്കും. പക്ഷേ and that connects well with what Mutashi also said. It's a very emotional thing for us. അല്ല ഇനിയിപ്പോൾ അതിന് രതീഷിൻ്റെ കൂടെ മലയാളികൾ മുഴുവനുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹെറിറ്റേജും നമ്മുടെ പാരമ്പര്യമൊക്കെയാണ്. അവിടെ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്നതൊക്കെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കിയെങ്കിൽ ഇനി നമ്മളെല്ലാവരും കൂടെ നിന്ന് വേണം ഈ ഒരു ചരിത്ര ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ നിധികുംഭം സംരക്ഷിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസും ഇതിനെപ്പറ്റി വന്ന ചില ഇതൊക്കെ വായിച്ചു. അപ്പോൾ ഈ വാഹനം ഇലക്ട്രിക് കാർ ആക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടോ? No, when a rebirth has to happen, it has to be avatar has to be much bigger. അങ്ങനെ ഒരു ആലോചന. സോ ഈ വണ്ടി 1966 എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ഇന്നും ഉണ്ടാവണം. ഈ വണ്ടി 1966 almost 8 things were there which no other car had in India. Definitely ഒരു ഇന്ത്യൻ കാറിനും കൂടി ഉണ്ടായിരുന്നില്ല. ചില സാധനങ്ങൾ ഫോറിൻ ഇമ്പോർട്ടഡ് വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. ടെയിൽ ലൈറ്റ് ഫുൾ, ദിസ് ഹോൾ തിങ് വാസ് ആക്ച്വലി ലൈറ്റ്സ്. ഫുൾ തിങ് വാസ് ലൈറ്റ്സ്. ഐ വിൽ ഷോ യു എ വെരി ഒറിജിനൽ പിക്ചർ ഓഫ് ദാറ്റ്. ഇതൊക്കെ ഇപ്പൊ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇത് അംബാസഡർ ലൈറ്റ് ഒന്നും ആയിരുന്നില്ല. ഒരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഓവൽ ആൻഡ് ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഹിയർ. സോ ദാറ്റ് ദിസ് ഹോൾ തിങ് വാസ് ബിക്കമിങ് one piece of fascia pole. It was a panel, and here was a red light, parking light. ഇങ്ങനെ ചുറ്റി ആ ഓവൽ ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ ക്ലോസ് ആവും. ആ ലൈറ്റ് ഈ ഒരു പാനലിൽ മുഴുവൻ റിഫ്ലക്ട് ചെയ്യും. ആ ഒരു റെഡ് ലൈറ്റ് ഈ ഒരു പാനൽ മുഴുവൻ ലിറ്റപ്പ് ചെയ്ത് ദൂരത്ത് കാണുമ്പോൾ ഏറ്റവും വിസിബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അതങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ റിസ്റ്റോർ ചെയ്യുമ്പോൾ തിരിച്ചു കൊണ്ടുവരണം. അതെ, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് തിങ്. സോ അനദർ തിങ്, അച്ഛൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു ഇതിനെ പറ്റി, ആ റേഡിയോനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിലൊരു CD പ്ലെയർ ഉണ്ടായിരുന്നു എന്ന്. ആ വിനൈൽ CD ആണ് പറയണേ. CD പ്ലെയർ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആ CD പ്ലെയർ, യു മീൻ ദ വിനൈൽ CD പ്ലെയർ? യെസ് ഇറ്റ് വാസ് ദേർ. I said, Dad, why didn't you tell me this before? So this is another rabbit hole. ഇതാണ് ബോട്ടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡും, then again you go down. പിന്നെ അതിൽ തുടങ്ങുക. ഇതെന്താ, this was a
this was a consecutive one. So I was here, he said CD player, so I went deeper. And then I said, why didn't you tell me this before? And then he says, oh no, then he upgraded it to a 6 CD changer. So doom. വീണ്ടും വീണു. വീണ്ടും വീണു. I said, what are you saying? He said, അതിൽ വന്നിട്ട് ഈ ബട്ടൺ ഉണ്ടായിരുന്നു താഴെ, പാനലിന്റെ താഴെയായിരുന്നു വെച്ചോണ്ടിരുന്നത്. 6 വിനൈൽ CDs വെച്ചിട്ട് അതിങ്ങനെ അമർത്തി ആ CD ഇങ്ങനെ മാറി 1966 ആണെന്ന് നോക്കണം. So me and Jubin immediately went, because we knew that was not built, because that was total electronics. So we knew that this was taken from another car. ഉടനെ സൂം കോൾ അവിടെ മസ്കറ്റിലായിരുന്നു, ഈ കോവിഡിൽ അവിടെ ഇതായതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഹി കെയിം അക്രോസ് ഒരു ബ്യൂയിക് ഉണ്ട്, ഒരു ബ്യൂയിക്കിൽ 6 CD ചേഞ്ചർ. അപ്പൊ നമ്മൾ ടൈമിംഗ് നോക്കണമല്ലോ. അപ്പോൾ ഇത് 66 ആണെങ്കിൽ ഒരു 55 ഒരു അങ്ങനെ ഒരു ടൈം നോക്കിയിട്ടാണ്, ബിക്കോസ് 60s ഇമ്പോർട്ട് നിർത്തി. സോ 50 തൊട്ട് നമ്മളിങ്ങനെ എവിടെയാ ഈ 6 CD ചേഞ്ചർ കാർ സിസ്റ്റം ആയിരിക്കണം. സോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്യൂയിക്കില് 6 CD ചേഞ്ചർ ക്രൈസ്ലറിലും കണ്ടു. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ള അടുത്ത ചോദ്യം അല്ലേ? അതിപ്പോ ഇല്ല, ആ സാധനം എവിടെ തന്നെ അറിഞ്ഞൂടാ. ഇതിലൊരു AC കൂടി ഉണ്ടായിരുന്നു, ആഫ്റ്റർ മാർക്കറ്റ് AC ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വുഡന്റ് ടേക്ക് ദ ലോഡ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടമായിരുന്ന, ഇത്രയും ഒരു മൈൻഡ് ബ്ലോയിങ് വെഹിക്കിൾ ദിസ് വാസ് ഇൻ 66. സോ ഹൗ ഡു ഐ ബിൽഡ് ദ സെയിം കാർ ഇൻ 2020? So it was inevitable. The only way you can do that is you have to be the first Indian car or the first Indian luxury car to create from the beginning, from the ground up. So I decided that I'm going to pursue electric vehicles. So we have pretty much finalized a lot of directions in which we are going to go. Much of this is still a secret, but what we decided to do, the ground thing, is that we are going to pursue performance luxury EV. Yeah. So that will be വാർത്തയാണല്ലോ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ആദ്യമായി വാഹനം നിർമ്മിച്ച ബാലകൃഷ്ണ മേനോന്റെ പേരക്കുട്ടി 2020 അവസാനം നമ്മളോട് വീണ്ടും പറയണം കേരളത്തിൽ നിന്ന് മറ്റൊരു പുതിയ വാഹനം ജനിക്കാൻ പോകുന്നു. അതൊരു വലിയ വാർത്തയല്ലേ അല്ലേ? അതെ. സോ അങ്ങനെ പെർഫോമൻസ് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും അത്. അതെ. സോ അത് സ്പോർട്സ് കാർ ആയിരിക്കുമോ അത് അല്ല? സോ ഇറ്റ് വിൽ ബി, സോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലക്ഷറി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മെർസിഡീസ് ബെൻസ് ആണ് ഓർമ്മയ്ക്ക്, അതേ പെർഫോമൻസ് ലക്ഷറി വരുമ്പോൾ BMW ഓർമ്മ വരും. സോ അങ്ങനെ ആ വ്യത്യാസം. പക്ഷേ ഇറ്റ്സ് എ ലക്ഷറി വെഹിക്കിൾ. സോ അവർ ടാർഗറ്റ് segment is going to be the BMW, the Audi A6, the E-Class, പിന്നെ Jaguar XF. So ഈ സെഗ്മെന്റിലാണ് കയറാൻ പോണത്. So the pricing will be very high because you cannot build a cheap battery vehicle. It's not possible, you know, because the battery is the most expensive part of it. So the only way to do it is to reduce the percentage of cost over the overall vehicle. So you increase the cost of the vehicle. So it looks a lot better to buy the vehicle. So this is going to be top of the line luxury. We are going to make sure we have AI in it. So it will be a made in India vehicle. No, it will eventually be a made in India vehicle. So you have to think, if you want to compete with those kind of cars, you have to first see if those cars are built in India, not assembled, but if they are actually made from the basics. So is the pistons made here? Is the connecting rod made here? Maybe the engine is assembled. Is the engine imported? Is it CKD? Is it more, it is more broken than CKD into small pieces? Adokku nokkanam. So for us to, obviously we don't have the piston and all of that, but still we have gearboxes. This car is going to do 250 kilometers an hour very easily. There is going to be 3 editions, LP, which is for luxury performance. Then we are going to have a ZR. By the name itself, it's like a sports car. And then we will have a high spec royalty equivalent vehicle called the HE. So the entry level will have rear wheel drive, because that's very important for performance. And it will have, we have not decided whether it will have a single motor or with a differential, or it will be a dual motor. That will be the price points we are going to peg it at. That depends on a whole team who's going to come and do it. But one thing is for sure, I am not going to have an LP which is less than 450 horsepower. So it will have 450 horsepower. That is our target. So minimum cutoffs are there. Minimum is 450 horsepower, and minimum KMPC, kilometers per charge, will be at least 650-700. So these two are the minimums. And then from there we will see how to juggle all the
all the parts, components, costings, എങ്ങനത്തെ seat ആണ് ഇതൊക്കെ നോക്കണം. ZR's minimum I'm looking at 700 horsepower. Yeah, given an electric, it'll be all-wheel drive. So ഇതെല്ലാം it'll be, തീരുമാനിച്ചു കഴിഞ്ഞു. yeah. അത് ശരി. The company name will be Arvind Automobiles. Yes, very much. In fact, that is another fight we are into. So നമ്മളിത് ഇറങ്ങിയ ഉടനെ തന്നെ MCAയിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ സോറി സെക്ഷൻ 428 cannot register Arvind Automobiles. സോ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഐ വാസ് ടെല്ലിങ് ആരിജ് നമ്മുടെ ബ്രാൻഡ് ഓപ്പറേഷൻസ്, ഐ വാസ് ടെല്ലിങ് ഹിം തുടങ്ങിയടാ ഫൈറ്റ്. ചുവപ്പ് നാട അല്ലേ, റെഡ് ടൈപ്പ്. വർഷങ്ങളായിട്ട് ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ ഓടിക്കുക, അതിൻ്റെ റിപ്പോർട്ട് എഴുതുക, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക തുടങ്ങിയൊക്കെയാണ് എൻ്റെ ജോലി. നിങ്ങളൊക്കെ അത് കാണുന്നുമുണ്ട്. അതൊരു റൊട്ടീൻ ജോലിയായിട്ട് അങ്ങനെ തുടർന്നു പോകുന്നു. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് മാനസികമായ സംതൃപ്തി നൽകുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചെയ്ത ജോലിയാണ് എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം ഇത് വെറുതെ ഒരു വാഹനത്തെ പരിചയപ്പെടുത്തുകയല്ല ഞാൻ ചെയ്തത്, കേരളത്തിൻ്റെ വാഹന ചരിത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഓരോ തവണ ഈ വാഹനം കാണുമ്പോഴും നേരത്തെ ജുബിൻ പറഞ്ഞ പോലെ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെ ഓർത്ത് നമുക്കൊന്ന് അഭിമാനിക്കാനുള്ള അവസരം കിട്ടും. അത്രയധികം ബിൽഡ് ക്വാളിറ്റിയും ആ രീതിയിലുള്ള ഫീച്ചേഴ്സും എല്ലാം 54 വർഷം മുമ്പ് വളരെ ദീർഘദർശിയായ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മുടെ വാഹന പ്രേമികൾക്ക് അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതും അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നതുമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ജോലി തീരുന്നില്ല. ഇത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാവുന്ന ഒരു ജോലിയല്ല ഇനി മുന്നോട്ടുള്ളത്. അതാണിപ്പോൾ രതീഷ് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുപോരാ, നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചരിത്രം എന്നുള്ളതല്ല, ഇത് കേരളത്തിൻ്റെ വാഹന ചരിത്രമാണ്. അതിൽ നമുക്ക് ബാക്കി കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഞാൻ ഇതുവരെ പറഞ്ഞ വാക്കിനെ വീണ്ടും ഞാൻ പറയണം, നിധികുംഭം എന്ന് വിളിക്കാവുന്ന ഒരു സാധനമാണ്. ഇനി 2 വാഹനങ്ങൾ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ആരെങ്കിലും ഈ പടങ്ങൾ കണ്ടിട്ട് ആ വാഹനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. എന്ത് വില കൊടുത്തും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ രതീഷ് പറഞ്ഞ പോലെ രതീഷിന് ധാരാളം പുതിയ പദ്ധതികളുണ്ട്. അതായത് ഈ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയം, കൂടാതെ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും ആശംസകളും സ്നേഹവുമൊക്കെ ഈ ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അങ്ങേയറ്റം വലിയൊരു ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് ജുബിൻ, ഇതിൻ്റെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇത് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത സാധനങ്ങളാണെന്നൊന്നും പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൊരു കാര്യമാണ് ജുബിനും സംഘവും ഏറ്റെടുത്തിരിക്കുന്നത്. അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പിറവിയെടുത്തൊരു കമ്പനി ഇൻ്റർനാഷണൽ ആകാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബാക്കി നിൽക്കുന്ന ഇത്തരത്തിലുള്ള എന്താ പറയേണ്ടത്, അതിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ, ചരിത്രാവശിഷ്ടങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുമുണ്ട്. അപ്പം ജുബിനും അതുപോലെ രതീഷിനും ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈജുവൻ നായർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ എല്ലാവിധ പിന്തുണയും നമ്മുടെ പ്രേക്ഷകരുടെ പിന്തുണയും ഉണ്ടായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കാരണം ഇഷ്ടപ്പെടാത്ത തരമില്ല. കാരണം വാഹനപ്രേമികൾ ഇതുവരെ കാത്തിരുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്ഥിരം പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വാഹന വിശേഷങ്ങൾക്കും പുതിയ ചരിത്രാവശേഷങ്ങൾ തേടിയുള്ള യാത്രകൾക്കും എല്ലാം തുടക്കമാവുകയാണ് ഇപ്പോൾ. കേരളത്തിൻ്റെ മണ്ണിൽ പിറന്ന മറ്റു ചില വാഹനങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തും, ഉടൻ തന്നെ കണ്ടെത്തുന്നതാണ്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.